Good morning. My topic is the new lease standard IFRS 16 leases. So leasing എന്താ നോക്കാം. Leasing എന്ന് പറഞ്ഞാൽ എന്താ? It is a contract between two parties where the property owner allows the other party to use ഹിസ് പ്രോപ്പർട്ടി ഓർ അസെറ്റ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് സംതിങ് ആണ്. എന്താണ് പറയുന്നത്? ഇത് രണ്ട് പാർട്ടികൾ തമ്മിലൊരു കോൺട്രാക്റ്റാണ്. അതായത് ഒരാൾ ആളുടെ പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് എന്തെങ്കിലും പകരം ഉപയോഗിക്കാൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ലീസിംഗ് എന്ന് പറയുന്നത്. സോ മെയിൻലി ടു പാർട്ടീസാണ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ലെസ്സറും ലെസ്സിയാണ്. ലെസ്സർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൂ ഓൺ ദ അസെറ്റ്. ആരുടേതാണോ അസെറ്റ് ആളെയാണ് നമ്മൾ ലെസ്സർ എന്ന് പറയുന്നത്. ആർക്കാണോ നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുന്നത്, ഹൂ യൂസ് ദ അസെറ്റ്, ആളെയാണ് നമ്മൾ ലെസ്സി എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് കം ടു ദി ടോപ്പിക്. ന്യൂ സ്റ്റാൻഡേർഡ് ഓൺ ലീസ്. In January 2016, the International Accounting Standard Board issued IFRS 16 leases, the new standard on lease contract that will replace the old IAS 17 leases. IFRS 16 is effective for reporting periods beginning on or after 1st January 2019 for IFRS reporters. 2016 ജനുവരിയിലാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IFRS 16 ലീസസ് ഇഷ്യൂ ചെയ്തത്. പഴയ IAS 17 ലീസസിന് പകരം വെക്കുന്ന ഒരു പുതിയ ലീസിംഗ് കോൺട്രാക്റ്റാണ് ഇത്. IFRS 16 ജനുവരി 2019 അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള കോൺട്രാക്ട്സിനാണ് ഇത് മോർ എഫക്റ്റീവായിട്ട് പറയുന്നത്. അതായത് ലീസിംഗ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സൊല്യൂഷൻ യൂസ്ഡ് ബൈ മെനി ഓർഗനൈസേഷൻ. ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഓർഗനൈസേഷനും ഒരു ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സൊല്യൂഷനാണെന്ന് പറയുന്നത്. ഇറ്റ് എനേബിൾസ് കമ്പനീസ്. ഇതെന്താ ഓരോ കമ്പനീസിനും അവരുടെ പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ്സ് ഒക്കെ കൂടുതൽ പൈസ ചിലവില്ലാതെ ഉപയോഗിക്കാനായിട്ട് സഹായിക്കുന്നതാണ് പറയുന്നത്. Under existing rules, lessees generally account for lease transaction either of balance sheet operating lease or as on balance sheet financial lease ആണ്. സോ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് എന്താണ്? പാട്ടത്തിനെടുത്തവർ പൊതുവെ ഈ ലീസിംഗ് കോൺട്രാക്ടേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്നില്ലെങ്കിൽ ഓഫ് ബാലൻസ് ഷീറ്റ് ഓപ്പറേറ്റിംഗ് ലീസായിട്ടോ അല്ലെങ്കിൽ ഓൺ ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ ലീസായിട്ടാണ് കണക്കാക്കുന്നത്. The new standard requires lessee to recognize nearly all leases on balance sheet, which will reflect their right to use an asset for a period of time and the associated liability to rentals. സോ എന്താണ് പറയുന്നത്? പുതിയ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് എന്താണ്? ബാലൻസ് ഷീറ്റിലെ എല്ലാ ലീസിംഗ് കോൺട്രാക്ട്സും പാർട്ടിക്കാർക്ക് തിരിച്ചറിയേണ്ടതുണ്ട്. സോ അതൊരു നിശ്ചിത അളവിലേക്ക് ഒരു അസറ്റ് ഉപയോഗിക്കാനുള്ള അവകാശത്തെയാണ് പ്രതിഫലിക്കുന്നത്. സോ ഇതനുസരിച്ചിട്ട് എന്താണ്? പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഈ ലീസിങ്ങിന് കാര്യമായ സ്വാധീനമൊന്നും ചെലുത്തുന്നുണ്ട്. അതേസമയം എന്താണ്? വാടകക്കാർക്ക് അക്കൗണ്ടിങ് മോഡൽ ഒരു മാറ്റമില്ലാതെ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. However, lessors are expected to be affected due to change in needs and behavior from the customers ആണ്. അപ്പോൾ എന്താണ്? ലെസ്സേഴ്സിനെ എന്താണ് എഫക്റ്റ് ചെയ്യുന്നത്? അവരുടെ എന്തെങ്കിലും അവകാശതകളിൽ, പെരുമാറ്റങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാതെ അത് ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ് ടു യൂസ് അസെറ്റ്. ബോത്ത് ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻസ് ലീസ് ഗീവ് റൈസ് ടു ന്യൂ റൈറ്റ് ടു യൂസ് അസെറ്റ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സിയാണ്. എന്താണ്? ഓപ്പറേറ്റിങ്ങും ഫിനാൻസും ലീസും എന്താണ്? ഈ ലെസ്സീസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു പുതിയ റൈറ്റ് ഓഫ് യൂസ് അസെറ്റാണ് ഉണ്ടാക്കുന്നത്. സോ അറ്റ് ദ ഇൻസെപ്ഷൻ ദ ലെസ്സി വുഡ് മെഷർ റൈറ്റ് ടു യൂസ് അസെറ്റ് ആണ്. എന്താണ്? ഈ തുടക്കത്തിൽ തന്നെ എന്താണ്? ഈ പാട്ടക്കാരാണ് എല്ലാം കുറഞ്ഞ മൂല്യമുള്ള പാട്ടങ്ങൾ, അതായത് ചെറിയ വിലയുള്ള പാട്ടങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റിന് എന്താണ് പറയുന്നത്? ഇളവുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. എക്സംഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ ചെറിയ കാലയളവിലേക്കോ ഒരു ചെറിയ പൈസയ്ക്കോ ആണ് നമ്മൾ ലീസിന് കൊടുക്കുന്നതെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിന് അവിടെ എക്സംഷൻസ് ഉണ്ട്. സോ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് റൈറ്റ് ടു യൂസ് അസെറ്റ് ആണ്. അതായത് ഈ കോസ്റ്റ് ഓഫ് റൈറ്റ് യൂസ് അസെറ്റിൻ്റെ കാൽക്കുലേഷനാണ് നമ്മൾ പറയുന്നത്. ദ വാല്യൂ ഓഫ് ലീസ് ലയബിലിറ്റി. ലീസ് ലയബിലിറ്റിയുടെ വാല്യൂ, അതിൽ കൂടെ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? ലീസ് പേയ്മെൻറ്റ്സ് മെയ്ഡ് അറ്റ് ഓർ ബിഫോർ ദ കമൻസ്മെൻറ്റ് ഡേറ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് റീസ്റ്റോറേഷൻ. അതായത് നമ്മൾ ഫസ്റ്റ്
നമ്മൾ എന്താണ് ലെസ് ചെയ്യേണ്ടത്? എന്തെങ്കിലും പേയ്മെൻറ്റ്സ്, എന്തെങ്കിലും ലീസ് പേയ്മെൻറ്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ലീസ് പേയ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ കമൻസ്മെൻറ്റ് ഏജിന് മുമ്പ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം, അത് ആഡ് ചെയ്യണം. നമ്മൾ ലീസ് ലയബിലിറ്റിയുടെ വാല്യൂയുടെ കൂടെ ലീസ് പേയ്മെൻറ്റ്, നമ്മൾ കമൻസ്മെൻറ്റ് ഏജിന് മുമ്പ് എന്തെങ്കിലും ലീസ് പേയ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അതിൽ കൂടെ എന്ത് കുറക്കണം? എന്തെങ്കിലും ലീസ് ഇൻസെൻറ്റീവ്സ് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ അത് നമ്മൾ കുറക്കണം എന്നാണ് പറയുന്നത്. However, IFRS 16 does not require LSE to recognize assets and liabilities for. നമ്മൾ എന്താണ് IFRS 16 എന്താണ് പറയുന്നത്? ഒരു LSEക്ക് എന്ത് റെക്കഗ്നൈസ് ചെയ്യേണ്ട? അസറ്റും ലയബിലിറ്റിയും റെക്കഗ്നൈസ് ചെയ്യേണ്ടാത്ത രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഷോർട്ട് ടേം ലീസസ്, അതായത് ചെറിയ ലീസസ്, ചെറിയ കാലയളവിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ കൊടുക്കുന്ന ലീസസിന് എന്താണ് അസറ്റോ ലയബിലിറ്റിയോ റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ എന്താ ലീസ് ഓഫ് ലോ വാല്യൂ, ഒരു ചെറിയ വിലക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അതും റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. The most significant effect of the new requirement will be increase in lease asset and financial liability. ഒരു പുതിയ ആവശ്യകതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ലീസ് അസറ്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യാന്നുള്ളതാണ്. അക്കോർഡിംഗ്ലി ഫോർ ലീസസ് വിത്ത് മെറ്റീരിയൽ ഓഫ് ബാലൻസ് ഷീറ്റ്, ലീസസ് വിൽ ബി കീ ഫിനാൻഷ്യൽ മെട്രിക്സ് ഡിറൈവ് ഫ്രം ദ ലെസീസ് റിപ്പോർട്ടഡ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ആണ്. അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മെറ്റീരിയൽ ഓഫ് ബാലൻസ് ഷീറ്റിൽ പാട്ടക്കെടുത്ത പാട്ടക്കാർക്ക് എന്ത് റിപ്പോർട്ട് ചെയ്യാം? നമ്മുടെ അസറ്റ് ബാധ്യതകളിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് പ്രധാന ഇളവുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? അത് കീ ഫിനാൻഷ്യൽ മെട്രിക്സ് ആയിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാമെന്നാണ് പറയുന്നത്. സോ ഫ്രം എ പ്രോഫിറ്റ് ഓർ ലോസ് പെർസ്പെക്റ്റീവ്, ഓപ്പറേറ്റിംഗ് ലെസീസ് ആർ ടിപ്പിക്കലി എക്സ്പെൻസ് ഓൺ എ സ്ട്രേറ്റ് ലൈൻ ബേസിസ് ആണ് അണ്ടർ ഓൾഡ് IAS 17. ഓൾഡ് IAS 17ൻ്റെ കീഴിൽ എങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസ് കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് അത് കാണിച്ചിരുന്നത്. This standard replaces a straight line operating lease expense for those applying IAS 17 with depreciation charge for lease asset and interest expense on lease liability ആണ്. സോ ഇതെന്താണ് നമ്മൾ റീപ്ലേസ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ട്രേറ്റ് ലൈൻ ഓപ്പറേറ്റിംഗ് ലീസ് എക്സ്പെൻസ് എന്തിനാണ്? IAS 17 ഡിപ്രീസിയേഷൻ ചാർജ് നമ്മൾ ലീസ് അസറ്റിന് ഡിപ്രീസിയേഷൻ ചാർജ് ആയിട്ടാണ് അത് ഇതാക്കിയത്. അതായത് നമ്മൾ ഈ പാട്ടബാധ്യതയ്ക്കുള്ള പലിശ ചെലവും അത് നൽകുകയാണ് ചെയ്യുന്നത്. Depreciation is likely to be on a straight line basis. However, interest is higher in initial years. Depreciation എന്താണ്? ഒരു സ്ട്രേറ്റ് ലൈൻ ബേസിസിലാണ് നമുക്ക് കാണിച്ചിരിക്കുന്നത്. എന്നിരുന്നാലും എന്താണ് പറയുന്നത്? നമ്മളുടെ ഇനീഷ്യൽ ഇയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് വളരെ കൂടുതലാണ്. ദിസ് വിൽ ഹാവ് എ എഫക്റ്റ് ഓൺ ഫ്രണ്ട് ലോഡിംഗ് എക്സ്പെൻസ് ഇൻ ദ പ്രോഫിറ്റ് ഓർ ലോസ് വിച്ച് വിൽ റെഡ്യൂസ് ഓവർ ദ ലൈഫ് ഓഫ് ദ ലീസ് ആസ് ലീസ് പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ്. ഇതെന്താണ് പറയുന്നത്? ഇത് ലാഭത്തിലോ നഷ്ടത്തിലോ മുൻവശത്ത് നമ്മളെ ലോഡിങ് ചെലവുകളെ അത് ബാധിക്കും. സോ അതെന്താണ്? അത് ലീസ് പേയ്മെൻറ്റുകളെ പോലെ എന്താണ് നമ്മുടെ ലീസിൻ്റെ ലൈഫും കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. In addition, as a result of change in attributes of items charged to profit or loss, earnings before interest, tax, depreciation and amortization are expected to increase for lessees with material of balance sheet ആണ് പറയുന്നത്. കൂടാതെ എന്താണ്? ലാഭനഷ്ടത്തിന് ഈടാക്കുന്ന നമ്മളുടെ ആട്രിബ്യൂട്ടുകളുടെ മാറ്റത്തിന് ഫലമായിട്ട് എന്താണ്? ഏണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ, അമോർട്ടൈസേഷന് മുമ്പുള്ള ഏണിങ്സിന് നമ്മൾ എന്ത് ചെയ്യും? മെറ്റീരിയൽ ഓഫ് ബാലൻസ് ഷീറ്റിൽ ലീസിങ് ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വിച്ച് ഇൻഡസ്ട്രീസ് ആർ മോസ്റ്റ് എഫക്റ്റഡ്? ഏതൊക്കെ ഇൻഡസ്ട്രീസിനാണ് കൂടുതൽ ഈ പുതിയ ലീസിംഗ് കോൺട്രാക്ട് ബാധിച്ചതെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് IFRS 16 വിൽ സിഗ്നിഫിക്കൻ്റ്ലി എഫക്റ്റ് ഫോളോയിങ് ഇൻഡസ്ട്രീസ്. ഏതൊക്കെ ഇൻഡസ്ട്രീസിനാണ് നമ്മൾ ന്യൂ IFRS 16 എഫക്റ്റ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീറ്റെയിലേഴ്സ്, എയർലൈൻസ്, പ്രൊഫഷണൽ സർവീസ്, ഹോൾസെയിൽ, ട്രാൻസ്പോർട്ട് ആൻഡ് ലോജിസ്റ്റിക്സ്, എൻ്റർടൈൻമെൻറ്റ്, റിയൽ എസ്റ്റേറ്റ് ആൻഡ് എക്യുപ്മെൻറ്റ് ലെസേഴ്സ്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസിനാണ് മെയിനായിട്ട് അത് ബാധിച്ചിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.